വയനാട് പാസ്പോർട്ട് ഓഫീസ് ഇല്ലാത്തതിൻ്റെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. 1.5 വയസ്സുള്ള കുട്ടീനെയും കൊണ്ട് വയനാട് നിന്ന് വടകര വരെ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ ഉണ്ടായ അനുഭവമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ എടുത്ത ഡേറ്റിൽ നമുക്ക് 9:30 ടൈം കിട്ടിയത്. അപ്പോൾ ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പാട്ടൊക്കെ പാടിയാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. എങ്കിലും പിന്നീട് നല്ല പണി തന്നെ ഉണ്ടായിരുന്നു. കാർപ്പറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തക്ഷു ഉറങ്ങുന്നത് പ്രതീക്ഷിച്ചു. പക്ഷേ തക്ഷു പുറത്തുള്ള ലൈറ്റൊക്കെ കണ്ടിട്ടായിരിക്കും ഉറങ്ങിയില്ല. കുറ്റ്യാടി ചുരത്തിലൂടെയാണ് നമ്മൾ വടകര പോയത്. പിന്നെ ഇവൻ്റെ വാശിയൊക്കെ കാരണം ഇടയ്ക്ക് പെട്രോൾ പമ്പിലൊക്കെ ഒന്ന് നിർത്തി എല്ലാവരോടും ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞ് ഇവനൊന്ന് ഓടി നടന്നപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് സെറ്റായി വന്നത്. ഓൺലൈനിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പിന്നെ ഒരു ഡേറ്റ് എടുത്തു. അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും ഒരു ഡേറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ടൈമാണ് രാവിലെ 9:30 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 8:30 ആയപ്പോഴേക്കും വടകര എത്തി. ഞാൻ നല്ല ക്ഷീണിച്ച് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാലേ ആ അവസ്ഥയിലായിരുന്നു. അപ്പം നമ്മളൊന്ന് കണ്ണൊക്കെ വരച്ച് മുടിയൊക്കെ കെട്ടി സെറ്റായി പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയി. ഒരു അരമണിക്കൂറിൻ്റെ പ്രൊസീജിയറേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുവാവയ്ക്ക് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും പാസ്പോർട്ട് വേണം. പിന്നെ കുഞ്ഞുവാവേൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മൾ സ്പൗസ് നെയിം 2 പേരെ പാസ്പോർട്ടിലും ആഡ് ചെയ്യാത്തത് കൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി വേണം. നമ്മളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മളവിടെ കൊടുത്തു. പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ തക്ഷുവിനും അമ്മയ്ക്കും വിശന്നതുകൊണ്ട് ഗായത്രിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അധികം ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തക്ഷു ഒന്ന് ഓക്കെയായി. കുറച്ച് ഓടി നടന്ന് കാറൊക്കെ ഓടിച്ച് അവിടെ കളിച്ച് സെറ്റായി. അതിനുശേഷം നമ്മൾ രേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഈവനിങ് നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ പോയ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. വയനാട് പാസ്പോർട്ട് ഓഫീസ് ഇല്ലാത്തതിൻ്റെ കഷ്ടപ്പാട് ശരിക്കും നമ്മൾ അറിഞ്ഞു. കുഞ്ഞാവേനെ കൊണ്ട് പോയതുകൊണ്ടാണ് നല്ല ബുദ്ധിമുട്ടായത്. നമ്മൾ പോകുമ്പോൾ നമുക്കത്ര പ്രശ്നമില്ലല്ലോ. വാവേനെയും കൊണ്ട് പോകേണ്ടി വന്നപ്പം അതും 9:30 ടൈം കിട്ടിയപ്പോൾ കുറച്ച് വലിയ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. എന്തായാലും ആ കഷ്ടപ്പാടിന് കാര്യമുണ്ടായി. നമുക്ക് ഒരു 2 ദിവസത്തിൽ തന്നെ പാസ്പോർട്ട് വീട്ടിൽ കിട്ടി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ ദിവസം നമുക്ക് പോസ്റ്റ്മാൻ പാസ്പോർട്ട് കൊണ്ട് കയ്യിൽ തന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.